നമസ്കാരം. ഇത് 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ ആൾക്കാർ മാത്രം കാണുക. അതുമാത്രമല്ല, സദാചാര മലബാണങ്ങൾ, അതേപോലെ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ മുറുകെ പിടിക്കണേ അങ്ങനത്തെ കമ്മിറ്റിക്കാരൊക്കെ ഉടനെ പിരിഞ്ഞു പോകണം. പിന്നെ ഇത് മുഴുവൻ കേട്ടിട്ട് തെറി പറയാമെന്ന് നിൽക്കരുത്. കാരണം ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇത് ലോക്ക്ഡൗൺ സമയത്ത് നാത്തൂനും കൂടി പരസ്പരം വിരലിട്ട് കളിച്ചതും ലെസ്ബിയൻ ചെയ്തതും അവസാനം ഇവർക്ക് കള്ളില്ലാണ്ട് പുരുഷ വേശ്യന വാടകയ്ക്ക് കൊണ്ടുവന്ന സംഭവമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പുന്നാര മക്കൾക്ക് കുരുപൊട്ടും. ഇതൊന്നും ലോകത്ത് നടക്കാത്ത സംഭവമൊന്നുമല്ല. നിങ്ങൾ ഈ യൂട്യൂബ് വേണ്ട, ഈ ലോകത്തുള്ള ഏത് സോഷ്യൽ മീഡിയ എടുത്തോ, ആരെങ്കിലും ഒരാൾ എന്നെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇവിടെ പകൽമാന്യന്മാർ പാടില്ല, പൊയ്മുഖങ്ങൾ പാടില്ല. ചെയ്യണതൊക്കെ കുറച്ചും കൂടി ഫ്രീ ആകണം. ചെറുപ്പക്കാർ വാണടിച്ച് മരിക്കരുത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പരസ്പരം കളിക്കാൻ തോന്നിയാൽ ഞാൻ ധന്യനായി. അത്രേ ഉള്ളൂ. ഒരു മനുഷ്യനും പറയില്ല. ഇവിടെ ഉള്ളതൊക്കെ പകൽമാന്യം മരിഞ്ഞ് വല്ല കള്ളവിടി വെച്ചാൽ തന്നെ ഞാനെന്നല്ല അറിയും. ആണും പറയില്ല, പെണ്ണും പറയില്ല. പിന്നെ ഒരു നളിനി ജമീലുണ്ട്, 3000 പേര് കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ റെയർ കേസുള്ള ആണുങ്ങളാരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഇത് ലോക്ക്ഡൗൺ സമയത്ത് നടന്ന സംഭവം. ഈ ലോക്ക്ഡൗണിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ലോക്കായി. അവനവൻ്റെ വീട് അല്ലെങ്കിൽ എവിടെയാണ് പോയിപ്പെട്ടത് അവിടെ കുടുങ്ങി. ആ സമയത്താണ് വെടി നല്ലോണം നടന്നിട്ടുണ്ട്. വെടി എന്ന് പറഞ്ഞാൽ ലീഗലായിട്ടും കള്ളവെടിയും, അതുപോലെ കുട്ടികൾ ഗർഭം, അത് അവിഹിതമായിക്കോട്ടെ ഭാര്യയും ഭർത്താവായിക്കോട്ടെ, പണി ഇഷ്ടം പോലെ നടന്നുണ്ട്. പെട്ടുപോയെടുത്തും സ്വന്തം വീട്ടിലും. കാരണം വേറെ ഒരു എൻജോയ്മെൻ്റ് ഇല്ല. പിന്നെ ഉണ്ട് ചില ആൾക്കാർ മീൻ വളർത്തൽ, ഓമന മൃഗങ്ങൾ വളർത്തൽ, ടെറസിൽ ചെടികൾ നടൽ, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് മുറ്റത്തൊക്കെ വെണ്ടക്ക അത് ഇതൊക്കെ കുഴിച്ചിടൽ. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഈ സ്ഥല സൗകര്യമൊന്നും ഇല്ലാത്ത. അവരുടെ എൻജോയ്മെൻറ്റിൻ്റെ ടൂള് അവരുടെ കാലിൻ്റെ ഇടയിൽ തന്നെ ആണും പെണ്ണും. അപ്പോൾ ഒരു ധൈര്യം വേണ്ടി വരും. കഴപ്പ് മൂത്ത ധൈര്യമൊക്കെ വയനാട്ടിൽ നിന്നും വരും. ഇതെന്ന് പറഞ്ഞാൽ നാത്തൂനും വീട്ടിൽ ഫ്ലാറ്റിൽ ഒറ്റപ്പെട്ടു. നാത്തൂനെന്ന് പറയുമ്പോൾ വലിയ പ്രായമൊന്നുമില്ല ഇവർക്കൊന്നും. ഇപ്പം കല്യാണം കഴിച്ച് വന്ന പെണ്ണ് ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇവളും ഈ നാത്തൂനും ഒരു കോളേജിൽ പഠിച്ചതാണ്, ഒരു ഹോസ്റ്റലിൽ നിന്നതാണ്. അപ്പോൾ ഏകദേശം ക്യാരക്ടറൊക്കെ തമ്മിൽ അറിയും. പിന്നെ നാത്തൂൻ ആങ്ങളൻ്റെ ഭാര്യ, അങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ഒരു ഇന്നാലിറ്റി കീപ്പ് ചെയ്യും. പക്ഷേ ഇന്നാലിറ്റിയുമെന്നൊക്കെ വിട്ടു. അപ്പോൾ ഒരു ദിവസം ഉച്ചക്ക് നാത്തൂൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ച് വന്ന മരുമകൾ ചെല്ലുമ്പോൾ ഇവള് ലാപ്ടോപ്പ് വേഗം അടച്ചു കളഞ്ഞു. സംഗതി ഫോൺ വീഡിയോകൾ കാണുന്നുണ്ട്. അത് ഇവൾക്ക് മനസ്സിലായി, അവൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവളെ ചിന്തിച്ച്, ഇത്ര നല്ല മുതൽ ഇവിടെ ഉണ്ടായപ്പോൾ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ചെയ്ത പോലെ ലെസ്ബിയൻ ചെയ്താലോ? ഇപ്പോൾ സ്വന്തമായിട്ട് വിരലിടണല്ലോ ഏറ്റവും ബെറ്ററാണ്. വേറൊരു പെണ്ണ് നക്കി തരിക, പരസ്പരം നക്കുക, മുല ചപ്പുക, അതൊക്കെ ഒരു ത്രില്ല് വേറെ. അത് പെൺകുട്ടികൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചെയ്തു നോക്കിയവർക്ക് അത് നല്ല ഒരു എൻജോയ്മെൻ്റ് എക്സ്പീരിയൻസ് തന്നെ. അതില്ല എന്നൊന്നും ആരാളും പറയണ്ട. മിക്ക ഒരു നഗരങ്ങളിലൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ചെയ്യണമുണ്ട്. അതായത് ആണും കൂടി തുടക്കൊക്കെ വെച്ച് കളിക്കണ അതിലും ഇതും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്വർഗരതി പെണ്ണുങ്ങളാണ് കൂടുതൽ ചെയ്യണത്. സേഫാണ്, ആരും അറിയില്ല, ഗർഭം ഉണ്ടാവില്ല, ആർക്കും ഡൗട്ടുമില്ല. ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട. കന്യാസ്ത്രീ മഠങ്ങളിൽ വരുന്നുണ്ട് പരിപാടി. അത് ഞാൻ പിന്നെ പറയാം. ഇനിയിപ്പോൾ കമ്മൂണലായിട്ട് നമുക്ക് പോകണ്ട. അപ്പോൾ ഈ ഇവള് ചിന്തിച്ച് ഒന്ന് ട്രൈ ചെയ്താലും മറ്റോളും മോശമൊന്നുമല്ല.
അപ്പോൾ പിറ്റേ ദിവസം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാളും ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഇവള് കോളേജ് പഠിത്തം മാത്രമല്ല ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളൂ. തൽക്കാലം ലൊട്ടിലൊടുക്ക് പണികളൊക്കെ അറിയാം. അതിൻ്റെ ടൂൾസൊക്കെ ഉണ്ട്. പുരി കമ്പിളക്കൽ, ഇലയിൽ കട്ട് ചെയ്യണത്, അങ്ങനത്തെ ഒരുപാട് സാധനം, മുഖമൊക്കെ മിനുസം വെക്കണ, ഫേഷ്യൽ, എന്തൊക്കെയോ പണിയൊക്കെ ഒക്കെ അറിയാം. അപ്പോൾ ഇവിടെ നാത്തൂനോട് വന്ന് പറയാം, നമുക്ക് ഒന്ന് എന്താ പറയുക, മുഖമൊക്കെ ഒന്ന് ശരിയാക്കുക, കാൽമേൽ നഖമൊക്കെ ഒന്ന് പോളിഷ് ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ വെറുതെ ഇരിക്കല്ലേ, ഓമന മൃഗങ്ങളെയൊന്നും കളിപ്പിക്കാനില്ല, ഒന്നുമില്ല, ആകെയുള്ള മുതൽ രണ്ടാളുടെ കാലിൻ്റെ ഇടയിലാണ്. അപ്പം ഈ കല്യാണം കഴിക്കാതെ ആ വീട്ടിലുള്ള പെണ്ണിട്ടേക്കണ തോടേൻ്റെയൊക്കെ മുക്കാഭാഗം കാണിക്കുന്ന ഒരു ട്രൗസറാണ്. കാലുമേ പറ്റി പിടിച്ച് നിൽക്കുന്നതല്ല, ലൂസാണ്. മറ്റോൾ കുറച്ചും കൂടി ഇറക്കമുള്ളൊരു 3/4 അങ്ങനെ എന്തോ. അങ്ങനെ മറ്റുള്ള ടൂൾസൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ കസേരമേൽ എടുത്തിട്ട് ഒരു സ്റ്റൂളിനെ കാലിൽ വെച്ചിട്ട് കാലിൻ്റെ നഖമൊക്കെ റെഡിയാക്കി കട്ട് ചെയ്തൊക്കെ ഷേപ്പാക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ കണ്ണ് ഇവിടെ ട്രൗസറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഷഡ്ഡിൻ്റെ കളർ വരെ ഇവൾക്ക് കാണാം. അപ്പോൾ അവളും കാണുന്നുണ്ട് ഇവിടെ കണ്ണ് അങ്ങോട്ടാണ്. അങ്ങനെ കാലുമേലൊക്കെ നഖമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇവിടെ കാലിലൊക്കെ ഇവിടെ ഉഴിയൽ തുടങ്ങി. ഞാൻ മെല്ലെ മസാജ് ചെയ്ത് തരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവള് ആയിക്കോട്ടെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചത്, നീ ഇന്നലെ എന്ത് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരുന്ന ലാപ്ടോപ്പിൽ? ഞാൻ വരുമ്പോൾ വേഗം അടച്ച് കളഞ്ഞല്ല, ഫോൺ വീഡിയോ അല്ലേ ചോദിച്ചു. ആ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, നിൻ്റെ മുഖമൊക്കെ ചുമന്ന് തുടുത്ത് നല്ലോണം നനഞ്ഞ് വലിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അപ്പോൾ ആകെ അപ്സെറ്റായിപ്പോയി. അതാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ ചോദിച്ചു, നീ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണലൊക്കെ ചോദിച്ച്. അപ്പോൾ അതായത് ഇവൾക്ക് ട്രാക്കിൽ കിട്ടണം ഇവളെ. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണലുണ്ട്, ലെസ്ബിയൻ കാണലുണ്ട് ചോദിച്ച്. കാണാറുണ്ട് പറഞ്ഞു. അത് പറയുമ്പോൾ മസാജ് ചെയ്ത് തുടങ്ങുന്നൊക്കെ എത്തി കൈ. പിന്നെ കൈ മേപ്പോട്ടൊക്കെ പോയപ്പോൾ ഇവള് കൈമേ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഓമന എതിർപ്പ്. പെട്ടെന്ന് അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ, ചെറിയൊരു റെസിസ്റ്റൻസ്, വലിയ പവറില്ലാത്ത. അതിൽ ഇവള് ഇക്കാലത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി സഡിൻ്റെ പുറത്ത് കൂടിയിട്ട് സാധനത്തിന്മേലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ്. അപ്പോൾ രണ്ടാളും വില്ലിങ്ങാണ്. പിന്നെ ടൂൾസൊക്കെ മാറ്റി വെച്ച്. അപ്പോൾ ഇവർ മുകളിലെ സിറ്റ് ഔട്ടിലാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാൻ, ഇവിടെ ഇരിക്കണ്ട, ഏതെങ്കിലും ദൂരത്തുള്ള ഫ്ലാറ്റിൽ നിന്നൊക്കെ ആരെങ്കിലും നല്ല ബൈനോക്കുലർ വെച്ചൊക്കെ നോക്കിയാൽ പിന്നെ അത് മതി. അങ്ങനെ അകത്ത് പോയിട്ട് ഇവർ പോൺ വീഡിയോസിൽ കാണുന്ന പോലെ രണ്ടാളും എക്സ്പീരിയൻസ്ഡാണ്. ഹോസ്റ്റലിൽ നക്കി കൊടുത്തും മുല കുടിച്ചൊക്കെ പ്രാക്ടീസുള്ള വിരലിട്ട് കൊടുത്തും ഒക്കെ ഇവർ പരസ്പരം സുഖിച്ച്. പക്ഷേ ഇവർ വെറും ലെസ്ബിയൻ മാത്രമല്ല, ഇത് ഗതികേട് കൊണ്ട് ചെയ്യണം. ഇവർക്ക് രണ്ടാക്കും വേണ്ടത് നല്ല മുഴുത്ത ആണിൻ്റെ സാധനം, അത് അവൈലബിൾ അല്ല. അപ്പോൾ ഇവർ രണ്ടാളുമായി പണി, പിന്നെ ഒപ്പം കിടക്കുള്ളൂ. അങ്ങനെ ഇവർ ഒന്ന്. അപ്പോൾ ലോക്ക്ഡൗൺ കുറേച്ചൊക്കെ ഒന്ന് പിൻവലിക്കൽ തുടങ്ങി. ഒരേ സോണുണ്ടല്ലോ, ഒരേ ഡേഞ്ചറസ് സോൺ എന്നൊക്കെ പറഞ്ഞ് ചില പ്രത്യേക ഏരിയ മാത്രം ലോക്ക് ചെയ്യും, അല്ലാത്തവിടെ ഫ്രീ ആക്കും. ആ സമയത്ത് എറണാകുളം സിറ്റിയിൽ നടക്കുന്ന സംഭവം. എറണാകുളം സിറ്റിയിൽ പുരുഷ വേശ്യകളുണ്ട്. അതിപ്പോഴും ഉണ്ട്. കാരണം അവരൊക്കെ എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും പണക്കാരത്തി കൊച്ചമ്മമാരാണ്. ഒരു 40-45-50 വയസ്സാ റേഞ്ചുള്ള പണമുള്ളവർ കൊണ്ടുവരും, അടിക്കും, പറഞ്ഞ പൈസ കൊടുക്കും, പറഞ്ഞു വിടും. ഫ്ലാറ്റിലായാലും എവിടെയെല്ലാം അവർ വന്ന് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇവർ ഇതിൽ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാത്തവളെ ഞാൻ കളിക്കലുണ്ട്. അവളെൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ ഇവർക്കൊരു പൂതി, റെൻറ്റിന് ഒരു പുരുഷ വേശ്യനെ കിട്ടണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര ദൂരത്തിൽ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊരു ചേട്ടൻ്റെ നമ്പർ തരാം, അയാളെ മുട്ടിയ സംഭവം നടക്കും. എവിടെയാണ് താമസിക്കണമെന്നൊന്നും നിങ്ങൾ പറയരുത്, ഡയറക്റ്റ് ഏജൻറ്റിനെ കിട്ടണമെന്ന് പറയാം. അവനോട് നിങ്ങൾ താമസ സ്ഥലമൊക്കെ പറയേണ്ടി വരും, കാരണം ആളവിടെ എത്തണ്ടേ, ലൊക്കേഷൻ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇവനോട് എവിടെ താമസമെന്ന് മാത്രം പറയരുത്, എറണാകുളം സിറ്റിയിലാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ ക്വസ്റ്റ്യനിങ് ഉണ്ടാവില്ല. അങ്ങനെ ഇവർ അവനെ ബന്ധപ്പെട്ട് ഏജൻറ്റിൻ്റെ നമ്പർ കിട്ടി.
₹7,000 3 മണിക്കൂറിന്. 6,000 എന്നാലും 1,000 കൂട്ടി പറഞ്ഞ്. കഴപ്പുമുത്ത പെണ്ണുങ്ങൾ, പൈസ ഉള്ള പെണ്ണുങ്ങളല്ല, ഇവന്മാർ നല്ലോണം പറ്റിക്കും. ഇവർക്ക് പൈസ പ്രശ്നമല്ല. അങ്ങനെ ആൾ വന്നപ്പോൾ ഹിന്ദിക്കാരനാണ്. സിനിമാ നടൻ്റെ ലുക്കുണ്ട്, നല്ല ബോഡിയാണ്. രണ്ടാളും മാറി മാറി കളിച്ചെന്ന് പറഞ്ഞാൽ അവൻ നല്ല കാളക്കൂട്ടിൻ്റെ കരുത്തുള്ള നന്നാക്കി അടിച്ചു കൊടുത്തു. രണ്ടാൾക്ക് സന്തോഷമായി. 2,000 രൂപ പറഞ്ഞതിൽ കൂടാതെ ടിപ്പും കൊടുത്ത്. പക്ഷേ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏജൻസി മുഖേന അല്ലാണ്ട് വിളിക്കാനൊന്നും പറ്റില്ല. കാരണം ഈ ഏജൻറ്റിൻ്റെ അണ്ടറിലാണ് ഇവന്മാർ താമസിക്കണം. ഇവിടുത്തെ പണി കഴിഞ്ഞാൽ തിരിച്ച് അവിടെ ചെന്നോളണം. അവിടെ ഫുഡ് അക്കോമഡേഷനൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇവരിപ്പോൾ തൽക്കാലം കളിച്ചു കൊടുത്ത് ഇവർ തമ്മിൽ കോണ്ടാക്ട് നമ്പർ വാങ്ങി പിന്നെ ഏജൻ്റ് അറിയാണ്ട് ഒന്നും വരാൻ പറ്റില്ല. അതിനൊക്കെ അവിടെ ഗുണ്ടകളൊക്കെ ഉണ്ട്. ഇവരെ എപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇവരെവിടെയാണെന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടൊക്കെ. പിന്നെ ഹിന്ദിക്കാർ റിസ്ക് എടുക്കില്ല, അന്യനാടല്ലേ. ഇവർക്ക് ആ കമ്മീഷൻ കഴിച്ചുള്ള പൈസയും കിട്ടും, സുഖം എടുക്കാം. വേറെ ആയിട്ട് പെണ്ണുങ്ങളെല്ലാം അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഇതായി. എങ്ങനെ മാനസികമായിട്ട് നല്ല സാറ്റിസ്ഫൈഡായി. അതിന് ശേഷം ഏജൻറ്റിനെ വിളിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ആളെ തന്നെ ആണെങ്കിൽ മതി പറഞ്ഞു. അങ്ങനെ ലോക്ക്ഡൗൺ കഴിയോളം ഇവർക്കൊന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നി. വേറൊരാൾ വേണമെന്ന് പറഞ്ഞു. ഇവരാണ്ട് ആർമാദിച്ച് സ്വന്തം നാത്തൂന് ആങ്ങളൻ്റെ ഭാര്യനൊരാൾ വന്ന് കളിക്കണം. അവർ തമ്മിൽ ടൈപ്പായി. ഒരു മനുഷ്യനോട് അവർ പറയില്ല. അവർ തെറ്റിയാൽ പോലും ആ കാര്യം രഹസ്യമായിട്ടിരിക്കും. ഇത് ഇത്ര കറക്റ്റായിട്ട് ഞാൻ ഈ ഉപകാരം ചെയ്യുമ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു തരില്ലേ, എന്നോട് പറയാണ്ട് നിൽക്കില്ല. കാരണം ഞാൻ കളിച്ചു കൊടുക്കണ പെണ്ണ. എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തൊരൊറ്റ കാരണം അല്ല, രണ്ടാളെയും കൂടി എനിക്ക് താങ്ങാമില്ല കേട്ടോ. അപ്പോൾ എറണാകുളത്ത് അതിൻ്റെ അപ്പുറം നടക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് പുരുഷ വേശ്യകൾ. എറണാകുളത്ത് ഇല്ലാത്ത ഒരു സംഭവമില്ല. ഇപ്പോൾ ലോക്ക്ഡൗണായിട്ട് അവർ നല്ലോണം ആർമാദിച്ച്. ഈ ലോകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ആകാശം ഇടിഞ്ഞ് വീണാൽ ഒന്നുമില്ല. അപ്പോൾ 2 റൂട്ട് ക്ലിയറായി. ഒരു രക്ഷയില്ലെങ്കിൽ ഇവർ തമ്മിൽ നക്കാന്നുമായി. ഇവർക്ക് നല്ലൊരു കോണ്ടാക്റ്റ്, ഒരു ഏജൻറ്റിനെ കിട്ടി. നല്ല കഴുപ്പ് കൂടുതൽ മൂത്ത പൈസ മുടക്കുക. പക്ഷേ അവരുടെ ആരോഗ്യമൊക്കെ തെക്കിയുണ്ട്. അവർക്ക് രോഗങ്ങളില്ലാന്ന് ഉറപ്പ് വരുത്തി സർട്ടിഫൈഡ് ആൾക്കാരാണ്. അല്ലാണ്ട് എന്തായാലും ചാണകപ്പുള്ളി ആൾക്കാരൊന്നുമല്ല ഏജൻറ്റ് കൊടുക്കുന്നത്. അവരിടക്കിടക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. പിന്നെ അലവലാദികളുടെ അടുത്തൊന്നും അല്ല അവർ പോണത്. നല്ല വൃത്തിയും വെടിപ്പുമൊക്കെ ഉള്ള ഹൈ സൊസൈറ്റിയിലെ പെണ്ണുങ്ങളാണ് ഇവർ കളിച്ചു കൊടുക്കുന്നത്. അപ്പം രോഗം വരാനുള്ള സാധ്യത കുറവാണ്. ഇത് കേൾക്കണവർ പറയേ ഇവൻ തള്ളുകയാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇത്ര കളി കളിച്ച് തൻ്റെ ഇടത്തോടുകൂടി ഞാൻ വിളിച്ച് പറഞ്ഞ സമൂഹത്തിന് എൻ്റെ വക ഒരു മെസ്സേജാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും നടക്കാത്തതും ഒന്നാമത്തെ അസൂയ നോക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കളിച്ച പെണ്ണുങ്ങൾ എത്രയെന്ന് എനിക്കറിയില്ല. നല്ല വെളുത്ത അലുവ പോലത്തെ മുതൽ നല്ല കറുത്ത അലുവ വരെ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിലെ പെണ്ണുങ്ങളെ ഞാൻ കളിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നൊരു തെറി പറഞ്ഞൊരു സുഖം കിട്ടുമെന്ന് വെച്ചാൽ ചില ആൾക്കാർ മുഴുവൻ മെനക്കിട്ടിട്ടുണ്ട് കേട്ടിട്ട് 4 തെറി പറയും. അവർക്കൊരു മനസ്സുഖം. ഞാനതിൻ്റെയൊക്കെ തെറി പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി കിട്ടാത്തവൻ്റെ രോദനമാണെന്ന്. അത്രേ ഉള്ളൂ. ഈ ലോക്ക്ഡൗണ് നമ്മുടെ കേരളത്തിൻ്റെ ഇത് തന്നെ മാറ്റിമറിച്ച് ഒരുപാട് കള്ളവെടി റിലേഷൻ ആ പീരീഡിലുണ്ടായിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൽ തന്നെ ചേച്ചിയുടെ ഭർത്താവ് അനിയത്തിനെ കളിക്കൽ, ചേട്ടൻ്റെ ഭാര്യനെ കളിക്കൽ, അത് മനുഷ്യനൊക്കെ മാനസികമായിട്ട് വേറൊരു തലത്തിലെത്തി. ഒന്നാമത്തെ ഭയം, എപ്പോഴാണ് കൊറോണ വരണം, എപ്പോഴാണ് മരിക്കണേ, ഒക്കെ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലോസ് റിലേഷൻ. ഇവിടെ പുറത്തുനിന്നൊന്നും ആരും വരാനില്ല, ഒരു ബസ് ഓടണില്ല, വാഹനങ്ങൾ റോട്ടിലിറങ്ങില്ല. ഇരിക്കണോടത്ത് ആരൊക്കെ ഉണ്ട് അവരവിടെ സേഫാണ്. ഒരു മനുഷ്യൻ കയറി വരില്ല. ഇതൊക്കെ അതിൻ്റെ പ്ലസ് പോയിൻ്റാണ്. ഒരുപാട് റൂട്ടുകൾ, അതായത് പുതിയ കള്ളവടി ബന്ധങ്ങൾ ആ പീരീഡിൽ സ്റ്റാർട്ടായി.
കൊറോണ പോയി എല്ലാ സാധാരണ നിലയിലായാലും ആ തുടങ്ങി വെച്ച പരിപാടി ഇപ്പോഴും നടത്തുന്ന ആൾക്കാരുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ നാത്തൂനും അവരിപ്പോഴും നക്കലുണ്ട്. അത് എന്നോട് പറഞ്ഞു അത് വേറൊരു ഇതാണ്. കാരണം നല്ല ഭംഗിയുള്ളൊരു പെണ്ണിനെ നഗ്നയാക്കിയിട്ട് അവളുടെ മലക്കണ്ണൊക്കെ ചപ്പി മുന്തിരി കളറുള്ള നിപ്പിൾസൊക്കെ ചപ്പി കൊടുക്കുക, പിടിക്കുക. നല്ല വൃത്തിയൊക്കെ ഉള്ള പെണ്ണുങ്ങളല്ല പരസ്പരം നക്കുക. അത് വേറൊരു വൈബാണ്. ആണും പെണ്ണും ചെയ്യണത് അതും ഇതും രണ്ട് എക്സ്പീരിയൻസാണ്. എനിക്ക് ഇങ്ങനത്തെ കുറേ കളിക്കാരുടെ കൂട്ടുകാരികളുള്ളതുകൊണ്ട് എനിക്ക് സകല വിവരങ്ങളും കിട്ടും. അപ്പം നമസ്കാരം.